സർ, മടപ്പൂരിൽ ലോഡ്ജിൽ താമസിച്ചിരുന്ന ഭീകരരും ഇമെയിലിലൂടെ ഭീഷണി അയച്ച നൌഷാദും തമ്മിൽ ഒരു ബന്ധമില്ല. വി ഹാവ് കൺഫേംഡ് ഇറ്റ് സർ. ദിസ് നൌഷാദ് ഇസ് ആൻ എക്സെൻട്രിക്. ഏതോ പെൺകുട്ടിയായിട്ടുള്ള പ്രേമോ അവളെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട് അയാൾ സ്വീകരിച്ച മാർഗമാണ് സർ. വി ഹാവ് രജിസ്റ്റേർഡ് എ കേസ് അഗൻസ്റ്റ് ഹിം. സർ, പക്ഷേ മടപ്പൂരിലേത് ഇറ്റ്സ് എ റിയൽ കേസ്. Sir, I'll come to your office and we will discuss it in person. Okay, thank you, sir. Okay, sir. സർ, ലോഡ്ജിൽ നിന്ന് കിട്ടിയ പാർട്ടിക്കിൾസിൽ അമോണിയം നൈട്രേറ്റിൻ്റെയും RDXൻ്റെയും ഫ്യൂൽ ഓയിലിൻ്റെയും ട്രേസ് ഉള്ളതായി ഫോറൻസിക്കാർ കൺഫേം ചെയ്തു. അതുപോലെ ആ നോട്ടുകളെല്ലാം വ്യാജമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ആ മൊബൈൽ ഫോണിൻ്റെ സിം കാർഡ് ഡീകോഡിംഗ് ആണ്. ആൻഡ് ഇറ്റ് വിൽ ടേക്ക് ടൈം. എനിക്ക് മറ്റൊരു കാര്യം ചോദിക്കാനുണ്ട് കല്യാണി. ലോഡ്ജിലുണ്ടായിരുന്ന ടെററിസ്റ്റുകളെ ആ ടാക്സിക്കാരൻ കൊച്ചിയിൽ കൊണ്ടുപോയി വിട്ടു എന്നുള്ളത് ഉറപ്പായി വിശ്വസിക്കാമോ? അയാളെ അവിശ്വസിക്കേണ്ട കാര്യമില്ല സർ. എസ്പെഷ്യലി 2000 രൂപയുടെ കള്ളനോട്ട് കൊടുത്ത് അവനെ അവർ പറ്റിച്ച സ്ഥിതിക്ക്. എന്താ സാർ അത് ചോദിച്ചത്? കല്യാണി, ഡു യു തിങ്ക് കൊച്ചി ഈസ് ഗെറ്റിംഗ് ഹോട്ട്? ഐ എം ഹാപ്പി സർ. വി തിങ്ക് ഇൻ ദ സെയിം വേവ് ലെങ്ത്. കൊച്ചി ഈസ് ഹോട്ട് ആൻഡ് ഇറ്റ് ക്യാൻ ഗെറ്റ് റിയലി ഹോട്ട്. ഈസ് ഇറ്റ് എ വൈൽഡ് ഗസ് ഓർ എ സീരിയസ് ഡൗട്ട്? ബോത്ത്. ഡൽഹി IBയിൽ നിന്ന് റിപ്പീറ്റഡായി വാർണിംഗ് ഉണ്ട്. സൗത്തിൽ, എസ്പെഷ്യലി കേരളത്തിൽ, ഇടവിട്ടുള്ള സ്ഫോടനങ്ങളുടെ ഒരു പരമ്പര തന്നെ പ്രതീക്ഷിക്കാമെന്ന്. December 6th, ബാബറി മസ്ജിദ് ഡേ. വർഷങ്ങളായി ആ ദിവസത്തിന് മുമ്പ് നമ്മൾ അലേർട്ടാകാറുണ്ട്. ഒന്നും സംഭവിക്കാതെ ആ ഡേറ്റ് കടന്നു പോകാറുമുണ്ട്. പക്ഷേ ഈ തവണ സംതിങ് റിയലി നാസ്റ്റി മേ ഹാപ്പൻ. എൻ്റെ മനസ്സ് പറയുന്നു സാർ. November 17th, വൃശ്ചിക 1, ശബരിമല സീസൺ തുടങ്ങും. ശബരിമല മാത്രമല്ല, ഗുരുവായൂർ, ചോറ്റാനിക്കര തുടങ്ങി എല്ലാ മേജർ ക്ഷേത്രങ്ങളിലും നിലയ്ക്കാത്ത തീർത്ഥാടന പ്രവാഹമായിരിക്കും ആ സമയങ്ങളിൽ. കഴിഞ്ഞ കുറേ വർഷങ്ങളായി അവിടെയുള്ള നമ്മുടെ സെക്യൂരിറ്റി മെഷേഴ്സൊക്കെ അവർക്കിപ്പോൾ മനഃപ്പാഠമായിരിക്കും. അതിനെയൊക്കെ ഓവർകം ചെയ്യുന്ന ഒരു പദ്ധതി അവരുടെ പ്ലാനിങ്ങിലുണ്ടെങ്കിൽ മുംബൈയിൽ ഇടവിട്ട് നടന്ന സ്ഫോടന പരമ്പരകൾ, കോയമ്പത്തൂർ സ്ഫോടനം, പാർലമെന്റ് അറ്റാക്ക്, അക്ഷർധാം, ഏറ്റവും ഒടുവിൽ നടന്ന മൽഗാവിലെ വരെ സ്ഫോടനങ്ങളെക്കുറിച്ച് IBയിൽ നിന്ന് ആദ്യമേ വാർണിംഗ് ഉണ്ടായിരുന്നിട്ടും അതൊക്കെ സംഭവിച്ചു. ഇറ്റ് വാസ് അൺഫോർച്ചുനേറ്റ്. ഇനി പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം സർ. മുമ്പെങ്ങും കേട്ട് കേൾവി പോലും ഇല്ലാത്ത മാഫിയ കൾച്ചറിൻ്റെ പ്രഭവസ്ഥാനമായി തീർന്നിരിക്കുകയാണ് ഇന്ന് നമ്മുടെ കൊച്ചി. ലോഡ്ജിൽ ടെററിസ്റ്റുകളെ കാണാനെത്തിയ മലയാളിയും കൊച്ചിയിൽ കാറുമായി കാത്തുനിന്നതും ഒരാളാണോ? ഹാസ് ഹിസ് ഒറിജിൻ ഇൻ കൊച്ചി ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു സർ. December 6th ലക്ഷ്യമാക്കി കൊച്ചിയിൽ ഒരു ഗൂഢാലോചനയ്ക്ക് തുടക്കം കുറിക്കുന്നുണ്ടോ? വൻ വളർച്ചയുള്ള നഗരങ്ങളിൽ സ്ഫോടനം നടത്തി എക്കോണമി തകർക്കുക എന്ന ലക്ഷ്യവും അവർക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കോടിക്കണക്കിന് രൂപയുടെ വ്യാജനോട്ടുകൾ കൊച്ചി പോലുള്ളൊരു മഹാനഗരത്തിൽ അവർക്ക് നിഷ്പ്രയാസം വിതരണം ചെയ്യാൻ കഴിയും. അവർ ആഗ്രഹിക്കുന്ന എന്തും പർച്ചേസ് ചെയ്യാനും കഴിയും. സർ, എനിക്ക് കൊച്ചിയിലേക്കൊരു ട്രാൻസ്ഫർ വേണം. ബട്ട് അണ്ടർ എ ഖബർ. ലോക്കൽ പോലീസിൽ നിവൃത്തിയുണ്ടെങ്കിൽ ലോ ആൻഡ് ഓർഡർ. ATSൽ നിന്ന് ട്രാൻസ്ഫർ ലോ ആൻഡ് ഓർഡറിലേക്ക്. പോസ്റ്റിംഗ് കൊച്ചിയിൽ. ഫൈൻ. ഞാൻ ATSകാരനായി കൊച്ചിയിലെത്തിയാൽ ശത്രുക്കൾ എളുപ്പം അത് മനസ്സിലാക്കും. ഐ വാണ്ട് ടു അവോയ്ഡ് ഇറ്റ്. ബട്ട് മൈ പാരലൽ ഹണ്ട് ഫോർ ദം വിൽ റിമൈൻ ഹോട്ട്. അതൊന്നും നീ പറയാതെ തന്നെ എനിക്ക് മനസ്സിലാവും. ട്രാൻസ്ഫർ വോണ്ട് ബി എ പ്രോബ്ലം. ഐ വിൽ സോർട്ട് ഇറ്റ് ഔട്ട് വിത്ത് DGP. സർ, എൻ്റെ സബോർഡിനേറ്റ്സ് തോമസ്, ഫസൽ ആൻഡ് അനിയൻ. ഷുവർ, അവരും ഉണ്ടാവും തന്നോടൊപ്പം കൊച്ചിയിൽ. അണ്ടർ കവർ പോരെ? താങ്ക് യു സർ. കല്യാണി, സർ, കൊച്ചിയിൽ വലിയൊരു ആപത്ത് തന്നെയും കാത്തിരിപ്പുണ്ട്. അറക്കൽ അശോകൻ, ഹോം മിനിസ്റ്ററുടെ ഭാര്യയുടെ അമ്മാവൻ. അറിയാം സർ. മകനെ താൻ വെജിറ്റബിൾ ആക്കി, അച്ഛനെ താൻ നോൺ വെജ് ആക്കോ? ഞാനൊരു പാവമല്ലേ സർ?
സാറേ എനിക്കൊരു സംശയം, അദ്ദേഹം പ്ലെയിനിലാണോ വന്നത് ട്രെയിനിലാണോ? എടോ ട്രെയിനിൽ ആ ഇൻഫർമേഷനിലെ നമുക്ക് കിട്ടിയത്. ഉറപ്പാണല്ലോ. ഒരു ഡൗട്ട്ഫുൾ ഫിഗർ റിവേഴ്സ് വേഷം കെട്ടിട്ട് അമ്പലത്തിലേക്കാണെന്ന് തോന്നുന്നു. വണ്ടി പുറകിലേക്ക് വിട്, പുറകിലേക്ക് വിട്, പുറകിലേക്ക് വിട്, പുറകിലേക്ക് എടോ ശശി അല്ലടോ, നമ്മൾ ഫോട്ടോ കണ്ടേ ആള് തന്നെ. വിട്. അയ്യോ സാർ, സോറി സാർ, സാറെ ബാഗ് തരൂ സാർ. സാർ ജീപ്പിലേക്ക് ഇരിക്കാം സാർ. സാർ പ്ലീസ് അല്പം താമസിച്ചു വെച്ചോ. ബാഗ് വീടും കുറ്റിയോ. തുറക്കണില്ല, തുറക്കണില്ല. ആരെ ടൈറ്റാക്കി വെച്ചത്? വലിച്ചു വിട്. ആ, കേറ്, കേറ്. കേറ് സാറേ, കേറ്, കേറ്. ആനടക്കം കൊടുക്കട്ടെ. ഒന്ന് പറ സാറേ. സാർ ക്ഷമിക്കണം, റെയിൽവേക്കാരാ പറ്റിച്ചത്. ഫോൺ വിളിച്ച് ചോദിച്ചപ്പോൾ ട്രെയിൻ 1 മണിക്കൂർ ലേറ്റ് ആണെന്ന് പറഞ്ഞതുകൊണ്ടാ, അല്ലെങ്കിൽ ഞങ്ങൾ എത്തിയേനായിരുന്നു. പക്ഷെ ഞാൻ ചോദിച്ചു വണ്ടി ബിഫോർ ടൈം ആണെന്നാണ് സാറ് പറഞ്ഞേ. സമയമായി പോകാം എന്ന് ഞാൻ പറഞ്ഞപ്പോ നമ്മൾ ചെന്നില്ലേലും അയാൾ വന്നോളൂ എന്നല്ലേ സാർ എന്നോട് പറഞ്ഞത്? അയാളൊന്നും ഞാൻ പറഞ്ഞു. പറഞ്ഞല്ലോ. എപ്പോ പറഞ്ഞോ? അപ്പൊ പറഞ്ഞല്ലോ. പോകരുതെന്ന് പറയരുത്. സാറ് പറഞ്ഞു. ഇല്ല, പറഞ്ഞു സാറ് എന്റെ പറഞ്ഞത്. പച്ചരിയിൽ കൈ- മിണ്ടാതിരോ? മര്യാദയ്ക്ക് ഞാൻ വണ്ടി നിറയെ പോകും കേട്ടോ. ചുമ്മാ കൊണോണാന്ന്. മിണ്ടരുതെടോ. എന്താണ് തന്റെ പേര്? രണമൻ. ഏ? അപ്പം രമണൻ. അതെ, ഇടത്തോട്ട്. അല്ലല്ല, വലത്തോട്ട്. സോറി, തെറ്റി. വഴി. ഇടത്തോട്ട്. സോറി സാർ. മാധവേട്ടാ, ഓ, ഫസ്റ്റ് കേസ് ഏത് കോർട്ടിലാ? ജസ്റ്റിസ് ശങ്കര സാറിന്റെ ബെഞ്ചിലാ. ഒ പി. നിയമസഭ നേരത്തെ പിരിഞ്ഞത് നന്നായി. മോളുടെ കല്യാണമാ ഈ മാസം 29-ാം തീയതി ടൗൺ ഹാളിൽ വെച്ചാ. ഓ, എന്തു പറ്റി? അസംബ്ലിയിൽ ഒരുപാട് ബഹളം വെച്ചോ? 29-ാം തീയതി സൺഡേ. കോടതി ഇല്ല, കുറിച്ചിട്ടേക്കണം. സുഷ്മ വിറ്റ്സ്വിനു. അങ്കിൾ, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ. ഓക്കെ. പ്രസൻസ് ഇൻ ബ്ലെസ്സിങ്സ് ഉള്ളി. തനിക്ക് എന്തു പറ്റി? നന്നാവാൻ തീരുമാനിച്ചോ? അയ്യോ, ഞാൻ ചെയ്തതല്ല. മോൾക്ക് ഒരേ ഒരു നിർബന്ധം, അതാകെ അബദ്ധമായി. എന്തെങ്കിലും തരാൻ മനസ്സുള്ളവ ഇനിയിപ്പം കൈ മെഷിഞ്ഞ് വരും. അശോകത്തെ അത് കാര്യാക്കണ്ട കേട്ടോ. മകൻ സന്തോഷിന് എങ്ങനെയുണ്ട്? ഇനി കൂടാനോ കുറയാനോ ഒന്നുമില്ല. മരണം വരെ ഒരേ അവസ്ഥ തന്നെ. അവന്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരനായവൻ ഇവിടെ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. ബാബ കല്യാണിക്ക് കൊച്ചിയിലേക്ക് ട്രാൻസ്ഫർ. ഞാൻ അറിഞ്ഞു. കഴിഞ്ഞ ദിവസം കമ്മീഷണർ എന്നോട് പറഞ്ഞു. ചേട്ടന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. അവനോട് പ്രതികാരം ചെയ്യരുതെന്ന് ഞാൻ ഒരിക്കലും പറയൂല. പക്ഷെ ചേട്ടൻ മുന്നിൽ നിന്നുകൊണ്ട് ചെയ്യരുതെന്ന് മാത്രമേ ഉള്ളൂ. ഇനിയും കല്യാണത്തിന് പലരെയും വിളിക്കാനില്ലേ? MLA ചെല്ല്. അതെ. സർ, വനിതാ സെല്ലിലെ സ്റ്റേഷൻ ഓഫീസറാണ് സാർ. ഓ, വനിതാ സ്റ്റേഷനിലെ SI റിപ്പോർട്ട് ചെയ്യാമെന്നാണോ? അതെ സർ. അവിടെ ലോക്കപ്പിൽ പ്രതികൾ ആരെങ്കിലും ഉണ്ടോ ഇപ്പോ? 2 സെക്സ് വർക്കേഴ്സ് ഉണ്ട് സർ. സെക്സ് വർക്കേഴ്സ്. എന്താ SIയുടെ പേര്? അന്നാമാനാ സർ. എന്താ അരയന്നം എന്ന പേരിടാത്ത? അപ്പച്ചനും അമ്മച്ചി അന്നാമാന്നാ ഇട്ടത്. പഷ്ട്. അന്നമ്മ പോയിക്കോളൂ. സർ. ഹലോ, AC ഓഫീസ്. ഹലോ, രമണനല്ലേ? അതെ.
ഞാൻ അശോകൻ. നമസ്കാരം സാർ. അവനിപ്പോ നിൽക്കുന്നോ ഇരിക്കുന്നോ? ഇപ്പൊ ഇരിക്കുന്നു. ആ, ഇനി അവൻ ഇരിക്കില്ല, നിൽക്കില്ല, കിടക്കും. ജീവിതാവസാനം വരെ കിടക്കും. പറഞ്ഞേക്കവനോട്. ഏതോ ഒരു റോങ് നമ്പർ. കൊച്ചിയെക്കുറിച്ച് ചില പ്രധാന കാര്യങ്ങൾ രമണിനോട് എനിക്ക് ചോദിക്കാനുണ്ട്. സാർ, ആരൊക്കെയാ ഈ നഗരത്തിലെ പ്രമുഖർ? കൂറ്റൻ പണക്കാർ, സമുദായ സ്വാധീനമുള്ളവർ, അത്യാവശ്യം പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഒക്കെ ഉള്ള പ്രമുഖർ. ആലോചിക്കട്ടെ. പ്രമുഖരെന്ന് പറയുമ്പോൾ ഒരുപാട് പേരുണ്ട് സാർ. ഇപ്പൊ AN മേനോൻ വളരെ വലിയൊരു ബിൽഡറാണ്. അതുപോലെ RN മുട്ടാർ. മുട്ടാളാ? മുട്ടാളല്ല സാർ, ബുൾസയുടെ മുട്ട R നാരായണ മുട്ടാർ മംഗലാപുരത്തുനിന്ന് ഇവിടെ ഒന്ന് സെറ്റിൽ ചെയ്തതാണ്. വലിയ മലഞ്ചരക്ക് വ്യാപാരിയ. അതുപോലെ അശോകൻ? അല്ല, ഇല്ല. ആരാശോകൻ? അശോകൻ അയാളല്ലേ ഓഫീസിൽ വെച്ച് രമണ സാറിനെ വിളിച്ചത്? അല്ലല്ല. അല്ലേ? അതെ. സാറിന് അയാളെ അറിയോ? അറിയില്ലെങ്കിൽ പിന്നെ ഞാൻ വന്ന ഉടനെ വിളിക്കുവോ? ഇതെന്ത് ചോദ്യം? ബാക്കി പ്രമുഖർ ഇതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് പോരെ സാർ? ഓക്കെ. പിന്നെ ഉള്ളത് മാത്തൻ മാവേലി, പൊറിഞ്ചു പരുത്തിക്കാരൻ. വേറെ ആരുമില്ലേ? ഇനിയുണ്ട് സാർ. അഹമ്മദ് അലി മാറാത്ത്? അതെ. അറിയാം. പിന്നെ ഇടക്കുന്നം കുഞ്ഞാലി, PT ഇസാ മുഹമ്മദ് ഹാജി. സമുദായത്തിൽ മാത്രമല്ല എല്ലാ തരത്തിലും വലിയ ഇൻഫ്ലുവൻസ് ഉള്ളവരാണ് സാർ ഇവരൊക്കെ.